നേരം വെളുത്തപ്പോൾ തന്നെ നടു റോട്ടിൽ ഒരറിയിപ്പ്. അത് സുധാകരേട്ടൻ്റെ ചെണ്ടകൊട്ട്. ഇതല്ല, വേറെ അറിയിപ്പാണ്. റോഡിൻ്റെ നടുക്കൽ റോഡ് പണി നടക്കണുണ്ട്, സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറയണത് പോലെ 2 പോസ്റ്റർ. ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് റോഡ് പണിക്കുള്ള പോസ്റ്റർ അല്ല, KPCCക്കുള്ള എന്തോ ഒരു പണിയാണ് എന്ന് മനസ്സിലായത്. ആൻഡോ ആൻ്റണിനെയും സണ്ണി ജോസഫിനെയൊന്നും KPCCയുടെ പ്രസിഡന്റ് ആക്കണ്ട, 2 കുത്ത് സേവ് കോൺഗ്രസ്. അല്ല, അപ്പൊ സുധാകരേട്ടനെ മാറ്റാൻ തീരുമാനിച്ചോ? ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഏയ്, ഗുഡ് ബൈ പറഞ്ഞ് പോകാനായിട്ടില്ല. നിങ്ങൾ നിൽക്കും. സുധാകരൻ നിൽക്കണം, നിൽക്കും. സുധാകരൻ പോകണം, പോകും. അനന്തൻ ഇവിടുന്ന് പോണം. തുടരും എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ തുടരും എന്ന് പറഞ്ഞ് കുറേ പരസ്യങ്ങളൊക്കെ ഇറക്കിയിരുന്നു. എന്ന പോലെ KPCCയുടെ പ്രസിഡന്റായിട്ട് സുധാകരൻ തുടരുമോ ഇല്ലയോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രസിഡന്റിന് തുടരാനാണ് താല്പര്യം. അപ്പൊ ഈ തുടരണ്ടെന്ന് പറഞ്ഞത് ആരാ? എൻ്റെ അറിവിൽ എനിക്കിതിനെ കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പരൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല. അല്ല, അങ്ങനെ മാറേണ്ട സാഹചര്യം ഇപ്പൊ ഉണ്ടോ? അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അല്ല, പിന്നെ ഇപ്പൊ എന്താ സംഭവം? ചിലപ്പോ മാറേണ്ടി വരും. പെട്ടിയൊക്കെ എടുത്ത് റെഡിയായി നിന്നോളിന്ന് വല്ല സൂചന നിങ്ങൾക്ക് കിട്ടിയോ? സൂചന അല്ല, അങ്ങനെയല്ല. ഇങ്ങനെ പൊയ്ക്കോളിയും അല്ലെങ്കിൽ മാറി നിൽക്ക്. സതീശേട്ടൻ കാണിച്ചു തരും. സതീശേട്ടൻ കാണിച്ചു കൊടുത്താണ് കറക്റ്റ് ആയിട്ട്. അങ്ങനെ സതീശേട്ടൻ കാണിച്ചെന്ന പോലെ വല്ല സിഗ്നലും നിങ്ങൾക്ക് കിട്ടിയോ? അത് പറയാണ്ട് സൂചന എടുത്ത് വന്നില്ല. സൂചനയൊന്നും തന്നിട്ടില്ല. അപ്പൊ ഡൽഹിന്ന് സൂചന ഒന്നും കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ ചെന്നപ്പോ? ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ഇവിടെ രാഹുൽജി എന്നെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ചാണ് എന്നെ വിട്ടുപോയത്. അപ്പൊ രാഹുലിന് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ധാരാ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങളോട് വല്ല താല്പര്യക്കുറവുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ആരോടെങ്കിലും പ്രശ്നമുണ്ടോ? ആരോടും വിയോജിപ്പില്ല. അപ്പൊ പാർട്ടിയിൽ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല. സൗഹൃദമായ ബന്ധമാണ് എനിക്ക് എല്ലാവരോടും. ഞങ്ങൾ തമ്മിൽ തമ്മിൽ തർക്കമില്ല. സതീശന് ഞാൻ നല്ല ബന്ധമാണ്. അല്ല, അതിനിപ്പോ ഈ സതീശേട്ടനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചോ? പിന്നെ നിങ്ങൾ മൂപ്പര പേര് മാത്രം എടുത്ത് പറയണേ. എന്റെ അമ്മയെ നാട്ടിച്ച്. അത് പോട്ടെ. പിന്നെ നിങ്ങൾക്ക് വയ്യാത്തോണ്ടാണ്, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാന്ന് ആരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എൻ്റെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സംശയം പോലും ചോദിച്ചിട്ടില്ല. അങ്ങക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് എൻ്റെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിങ്ങോട്ട് കേട്ടപ്പോ മൂപ്പര് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെണ്ട കൊട്ടാൻ വേണ്ടി പോയി. അങ്ങനെ ചെണ്ട കൊട്ടി സുധാകരേട്ടന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. അപ്പൊ ചെണ്ടയൊക്കെ കൊട്ടി ഉഷാറായി നടക്കണ സുധാകരേട്ടനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ആരൊക്കെ എന്തൊക്കെ കാരണമാണ് കണ്ടുപിടിക്കാന്ന് കാത്തിരുന്ന് കാണാം.